ഹായ് ഹലോ എല്ലാവർക്കും കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരള എൻട്രൻസിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ബോണസ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. സോ അതിനകത്ത് ലോജിക് ഗേറ്റ്സ് ആൻഡ് ബൂലിയൻ ആൽജിബ്ര എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. സോ ആ ഒരു പോർഷനിൽ നിന്ന് എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും നിങ്ങൾ പ്രീവിയസ് ഇയർ ഏത് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മസ്റ്റാണ്. ആ ഒരു ടോപ്പിക്കിൽ നിങ്ങളെ കിടിലിനാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ ഒരു എപ്പിസോഡ് ഇട്ടേക്കുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് മുഴുവൻ കാണുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഒരു ടോപ്പിക്കിന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും, മുഴുവൻ മാർക്കും മേടിക്കാൻ പറ്റും. ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഫുൾ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ലോജിക് ഗേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലോജിക് ഗേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് 5 എണ്ണമാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഓർ ഗേറ്റ് ആണ്. ഒന്നാമത്തെ ഗേറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ആദ്യം നോക്കാൻ പോണത് ഗേറ്റ്സ് ആണ്. ഗേറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോണേ ഓർ ഗേറ്റും, രണ്ടാമതായിട്ട് ആൻഡ് ഗേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നോട്ട് ഗേറ്റ്, പിന്നെ നോർ ഗേറ്റും പിന്നെ നാൻഡ് ഗേറ്റും. അപ്പോൾ 5 ഗേറ്റുകളാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത്. സോ ഈ ഒരു നോർ ഗേറ്റ് എന്ന് പറയുന്നത് ഓർ ഗേറ്റും അതുപോലെ തന്നെ നോട്ട് ഗേറ്റൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ഫോമാണ്. അതുപോലെ തന്നെ ഈ ഒരു നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റും അതുപോലെ തന്നെ നോട്ട് ഗേറ്റൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോമുമാണ്. സോ ഇത് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓരോന്നും എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട്. സോ കൃത്യമായിട്ട് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ ഫിഗേഴ്സ് എങ്ങനെയായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ഫിഗേഴ്സ് നിങ്ങൾ ഒരിക്കലും നോക്കാതെ പോകരുത്. നിങ്ങൾ കാണാതെ പഠിക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് അത് കണ്ടു കഴിഞ്ഞാൽ, ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ഇത് ഓർ ഗേറ്റ് ആണെന്നും ആൻഡ് ഗേറ്റ് ആണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓർ ഗേറ്റിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്, നമ്മൾ അതിങ്ങനെ 2 വര വരയ്ക്കുന്നു, അതിനുശേഷം കർവ്ഡ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. എ ബി ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ടായിട്ട് നമുക്ക് വൈ കിട്ടും. സോ ഇതാണ് ഓർ ഗേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ആൻഡ് ഗേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കാം. അവിടെയും ഇതുപോലെ തന്നെ 2 ഇടത്തായിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടി വരും. സോ ആൻഡ് ഗേറ്റിൻ്റെ എളുപ്പമാണ്. അതായത് ഈ ഒരു എ എൻ ഡി എന്ന് കൊടുത്തിട്ടില്ല, ഈ ഒരു ഡി, ഇതുപോലൊരു ഡി ഇവിടെ അങ്ങ് വരച്ച് വെച്ചാൽ മതി. സോ ഇതാണ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടും കിട്ടും. ഇനി നെക്സ്റ്റ് നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റിന് 3 രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് രീതി എന്ന് പറയുന്നത് ഡയോഡിനാണെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഇൻപുട്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. സോ ഇതേ രീതിക്ക് ഒരു ഡയോഡ് വരയ്ക്കുക. ഡയോഡിൻ്റെ ഏറ്റവും തുമ്പത്തായിട്ടൊരു കൊച്ചു സർക്കിൾ ഇതേ രീതിക്ക് കാണും. അവിടെ നിന്നാണ് നമ്മൾ ഔട്ട് എടുക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനെ നിങ്ങൾക്ക് ഓറിൻ്റെ ടേംസിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നോട്ട് ഗേറ്റിനെ ഓർ ഗേറ്റിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നു, കണ്ടില്ലേ, ഇത് തമ്മിൽ കൂട്ടിക്കെട്ടിയതിന് ശേഷം ഇതേ രീതിക്ക് ഒരു സർക്കിൾ കൊടുത്ത് ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കും. ഇത് ഓർ ഗേറ്റിൻ്റെ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ രീതിയിലും ഇതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഗേറ്റിൻ്റെ രീതിയിലും ഇതേ രീതിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ രീതി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു രീതിക്കാണ് എല്ലാ പരീക്ഷയും ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ഇതേ രീതിക്കും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതേ രീതിക്ക് ഒരുപാട് പരീക്ഷകൾക്ക് കണ്ടിട്ടുണ്ട്. സോ ഇത് മൂന്നും എങ്ങനെയാണ് നോട്ട് ഗേറ്റിനെ ഇതേ രീതിയിൽ ഈ ഒരു 3 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നോർ ഗേറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ ഇതേ രീതിക്ക് ഓർ ഗേറ്റ് വരയ്ക്കുക. ഓർ ഗേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. ഓർ ഗേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ വരച്ചതിന് ശേഷം അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഇതേ രീതിക്ക് റെപ്രസെൻറ്റ് ചെയ്യുക. എ ബി, ഇവിടെയാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതേ രീതിയിൽ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതും അല്ലെങ്കിൽ വേറൊരു രീതിയിലും ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി ഇതേ രീതിക്ക് കർവ്ഡ് ആയിട്ട് വരയ്ക്കുക. പഴയതുപോലെ തന്നെ വരച്ചതിന് ശേഷം ഫ്രണ്ടിലായിട്ടൊരു ഡയോയിഡ്
ഇതേ രീതിക്കും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഓർ ഗേറ്റ് വരച്ചു, അതിനുശേഷം ഒരു നോട്ട് ഗേറ്റ് വരച്ചു. ഇത് രണ്ടും കൂടെ ചേർത്ത് വരയ്ക്കുന്ന ഫിഗറാണ് ഇത്. മിക്കവാറുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും ഇതേ രീതിക്കായിരിക്കും ചോദിക്കുന്നത്. സോ ഇതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതേ രീതിക്കായിരിക്കും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കിടക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതേ രീതിക്ക് തന്നെ നമുക്ക് നാൻഡ് ഗേറ്റും വരയ്ക്കാനായിട്ട് പറ്റും. സോ നാൻഡ് ഗേറ്റ് വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേ രീതിക്ക് എന്നും ബി എന്നും കൊടുക്കുന്നു, അതിനുശേഷം ഒരു ഡി വരയ്ക്കുന്നു, ഫ്രണ്ടിൽ കൊച്ചൊരു സർക്കിൾ, ഇവിടുന്ന് ഔട്ട് എടുക്കുന്നു. ഇതാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇതേ രീതിക്കല്ല മറ്റേ രീതിക്കും വരയ്ക്കാം. എ ബി, ഒരു ഡി വരയ്ക്കുന്നു, അതിനുശേഷം ഇവിടെ ഒരു ഡയോയിഡ് വരയ്ക്കുന്നു, അതായത് ആൻഡ് ഗേറ്റ് വരയ്ക്കുന്നു, അതിനുശേഷം നോട്ട് ഗേറ്റ് വരയ്ക്കുന്നു. ഇതേ രീതിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഈ രണ്ട് ഫോർമാറ്റും പഠിച്ച് വെച്ചേക്കാം. അപ്പം വിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എല്ലാ ഗേറ്റ്സിൻ്റെയും ഇതേ രീതിക്കാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൂലിയൻ എക്സ്പ്രഷനാണ്. ബൂലിയൻ എക്സ്പ്രഷനാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ ഇക്വേഷൻ, അതായത് ഔട്ട്പുട്ട്, ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു, ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ a പ്ലസ് ബി ആണ്. കിട്ടുന്ന രണ്ട് ഇൻപുട്ടിൻ്റെയും കൂടെ സം ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഗേറ്റിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ, അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൊടുക്കുന്ന രണ്ട് ഇൻപുട്ടിൻ്റെയും കൂടെ ഗുണനമാണ്, അതായത് a ഡോട്ട് ബി, a ഇൻറ്റു ബി, അതാണ്. ഇപ്പോൾ നെക്സ്റ്റ് നോട്ട് ഗേറ്റിൻ്റെ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു a ഡാഷ് ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുക്കുന്നു, അതായത് എന്താണ് ഇൻപുട്ട് കൊടുക്കുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഖ്യ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം, ഓർ പ്ലസ് നോട്ട് എന്നാണ്. സോ ഓറിൻ്റെ നമുക്കറിയാം, ഓറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ആണ്. അതുപോലെ തന്നെ നോട്ട് ഗേറ്റ് ഇവിടെ വരുന്നുണ്ട്. സോ നോട്ടിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് മുകളിലൊരു ഡാഷ് ആണ്. അതായത് a പ്ലസ് ബിക്ക് എന്ത് ഉത്തരം കിട്ടുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് നോർ ഗേറ്റിൽ കിട്ടുന്നത്. നെക്സ്റ്റ് നാൻഡ് ഗേറ്റും ഇതേ രീതിക്ക് തന്നെ y ഈസ് ഈക്വൽ ടു a ഡോട്ട് ബി. ഇത് ആൻഡ് ഗേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി ഇത് നാൻഡ് ഗേറ്റ് ആവണമെങ്കിൽ നമ്മൾ മുകളിലൊരു ഡാഷ് ഇട്ട് കൊടുക്കണം. അതായത് a ഡോട്ട് ബിക്ക് എന്ത് ഉത്തരം കിട്ടുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. നാൻഡ് ഗേറ്റിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ട്രൂത്ത് ടേബിൾ. ഇത് പഠിക്കാതെ പോകരുത്. ഇത് പഠിച്ചില്ലെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങൾ ഇത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. സോ ട്രൂത്ത് ടേബിൾ കയ്യിൽ വേണം, എല്ലാവരുടെയും കയ്യിൽ വേണം. സോ അത് പരീക്ഷയ്ക്ക് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല, നമ്മൾ എഴുതി തന്നെ പഠിക്കണം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ്. അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യം, ട്രൂത്ത് ടേബിൾ എഴുതുമ്പോൾ നമ്മൾ ബൈനറി കോഡിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ 2 ഡിജിറ്റ്സ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. 1 ആൻഡ് 0 മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ബൈനറി കോഡാണ്. അതായത് ഈ ഒരു 1 എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, ഇത് പ്രധാനമായിട്ട് സർക്യൂട്ട് ഡയഗ്രാംസ് ആണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ. സോ 1 എന്ന് പറയുന്നത് ഒരു ഓൺ ഫംഗ്ഷനെ, അതുപോലെ തന്നെ 0 എന്ന് പറയുന്ന ഒരു ഓഫ് ഫംഗ്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇൻപുട്ടുകളായിട്ടുള്ള എയും ബിയും എഴുതുന്നു. ശേഷം ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എന്ന് എഴുതുന്നു. സോ നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. ട്രൂത്ത് ടേബിൾ വരയ്ക്കുന്നതിനൊരു വിധമൊക്കെ ഉണ്ട്, നിങ്ങൾ നോക്കിക്കോ. ആദ്യം നമ്മളിപ്പം ഇൻപുട്ട് 0 എന്ന് കൊടുക്കുന്നു, പിന്നെ 1 0 എന്ന് കൊടുക്കുന്നു, പിന്നെ 0 1 എന്ന് കൊടുക്കുന്നു, അവസാനം 1 1 എന്നും കൊടുക്കുന്നു. സോ ഇത്രയും കോമ്പിനേഷൻ, ഈ ഒരു 4 കോമ്പിനേഷനിലാണ് നമ്മൾ ഇൻപുട്ടുകൾ കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാതെ പഠിക്കാം, അതുമല്ലെങ്കിൽ ലോജിക്ക് അനുസരിച്ച് ഓർത്ത് വെച്ചിരുന്നാലും മതി. ഇനി ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻപുട്ട് 0 + 0 എന്ന് പറയുന്നത് ഇൻപുട്ടായിട്ട് 0 0 ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് a പ്ലസ് ബി. 0 + 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. 1 + 0 എന്ന് പറയുന്നതും 1 + 0 എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് 0 + 1 എന്ന് പറയുന്നതും 1 തന്നെയാണ്. നെക്സ്റ്റ് 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. 2 ആണ് ആൻസർ. ബട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇതൊരു ബൈനറി കോഡിംഗ് ആണ്, ബൈനറി നമ്പർ സിസ്റ്റമാണ്. അതായത് 1ഉം 0ഉം മാത്രമേ ഇവിടെ ഉള്ളൂ. ദെയർഫോർ ഏറ്റവും വലിയ ടോപ്പായിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. സോ ആ ഒരു 1 ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. സോ ഇതാണ് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് വരയ്ക്കാം. സോ നമ്മൾ ഇൻപുട്ടായിട്ട് ആദ്യം എന്നും ബി എന്നും കൊടുക്കുന്നു. സോ ഇതേ രീതിക്ക് തന്നെ ഇൻപുട്ടുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. 0 0 1 0 0 1 1 1. ഇത് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും കൊടുക്കാം. ഈ ഒരു ഫോർമാറ്റിൽ വരണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് a ഡോട്ട് ബി ആണ്, അതായത് a ഇൻറ്റു ബി എന്നാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ 0 0 0 × 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. 1 × 0 എന്ന് പറയുന്നതും 0 തന്നെയാണ്.
0 ഇൻറ്റു 1 എന്ന് പറയുന്നതും 0 തന്നെയാണ്, 1 ഇൻറ്റു 1 എന്ന് പറയുന്നതും 1 ആണ്. സോ ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇനി നോട്ട് ഗേറ്റിന് നമുക്ക് 2 ഇൻപുട്ടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഒറ്റ ഇൻപുട്ടേ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എയുടെ ഓപ്പോസിറ്റ് ആണ്. സോ നമ്മൾ എക്ക് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് 1 ആയിരിക്കും. സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റിൻ്റെ ഇത് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് എ എന്നും അതുപോലെ തന്നെ ബി എന്നുമാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഡാഷ് ആണ്. അതായത് എ പ്ലസ് ബിക്ക് നമുക്ക് എന്ത് ഉത്തരം കിട്ടുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സ് 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ. 0 + 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. 0യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 0 + 1 എന്ന് പറയുന്നത് 1 ആണ്. 1ൻ്റെ ഓപ്പോസിറ്റ് 0 ആണ്. 1 + 0 എന്ന് പറയുന്നത് 1 തന്നെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് 0 ആണ്. 1 + 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതേ രീതിക്കാണ് നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ്. ഇവിടെ നമ്മൾ ഇൻപുട്ട് എ എന്നും ബി എന്നും കൊടുക്കുന്നു. ശേഷം നമുക്ക് ഔട്ട്പുട്ടായിട്ട് y = a.b' ആണ്. a = നമ്മൾ 0 0 എന്ന് കൊടുക്കുന്നു, 0 1 എന്ന് കൊടുക്കുന്നു, 1 0 എന്ന് കൊടുക്കുന്നു, 1 1 എന്നും കൊടുക്കുന്നു. സോ ഇൻപുട്ട് നിങ്ങൾ കാര്യമാക്കണ്ട, ഇങ്ങോട്ട് ഇതേ രീതിക്ക് തന്നെ കൊടുത്താൽ മതി. സോ ഇതേ രീതിക്ക് ഇത് ഫോർമാറ്റിൽ തന്നെ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. 0 × 0 a.b ആണ്. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0 × 0 എന്ന് പറയുന്നത് 0 എന്നാണ്. 0യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് 0 × 1 എന്ന് പറയുന്നത് 0 ആണ്. 0യുടെ ഓപ്പോസിറ്റ് 1 ആണ്. അടുത്തതെന്ന് പറയുന്നത് 1 × 0 എന്ന് പറയുന്നത് 0 ആണ്. 0യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 × 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക 0. അപ്പോൾ ട്രൂത്ത് ടേബിളിൽ വരുന്ന ഇത്രയും പോർഷനാണ്. സോ ഇത് ഇത്രയും എഴുതിയെടുക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടേബിളാണ് എൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ വാച്ച് ചെയ്യുക, ലേൺ ചെയ്യുക. ഇനി നമ്മൾ അടുത്ത പോകാൻ പോകുന്നത് ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും അതുപോലെ തന്നെ എൻട്രൻസിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസിലേക്കൊക്കെയാണ്. സോ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഈ ഒരു പാർട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ 2 ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇനി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊന്ന് കാണുക. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ റൈറ്റ് ദ ബൂലിയൻ ഇക്വേഷൻ എന്നാണ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന 2 ഫിഗേഴ്സിൻ്റെ ബൂലിയൻ ഇക്വേഷൻസ് കണ്ടുപിടിച്ച് എഴുതണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗേറ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. സോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് എടുത്ത് എഴുതുക. സോ ഇതൊരു നോട്ട് ഗേറ്റ് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം. നോട്ട് ഗേറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, y = a'. അതുപോലെ തന്നെ ഇത് രണ്ടും ഓർ ഗേറ്റ്സ് ആണ്. സോ ഓർ ഗേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = a + b ആണ്. ഇത് രണ്ടും നിങ്ങൾക്കറിയാം. നോട്ട് ഗേറ്റിൻ്റെ ഓർ ഗേറ്റിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾക്കറിയാം. സോ അതിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതായത് ഈ ഒരു നോട്ട് ഗേറ്റിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് a' ആയിട്ട് മാറും. സോ a' ആയിട്ട് മാറും. അതേ രീതിക്ക് തന്നെ ഇതൊരു ഓർ ഗേറ്റ് ആണ്. ഈ ഒരു ഓർ ഗേറ്റിനകത്തോട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ബിയും സിയും ആണ്. സോ അത് ഇതിനിപ്പുറത്തെത്തുമ്പോൾ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് b + c ആയിരിക്കും. സ്വാഭാവികമായിട്ടും b + c ആയിരിക്കും കിട്ടുന്നത്. സോ വീണ്ടും ഇതെടുത്ത് നോക്കുക. അതായത് ഇത് നോക്കുക, ഇതും ഒരു ഓർ ഗേറ്റ് തന്നെയാണ്. ഓർ ഗേറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, y = a + b. ഓർ ഗേറ്റിൻ്റെ ഇക്വേഷൻ y = a + b ആണെന്ന് നമുക്ക് അറിയാം. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഒറിജിനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y = a. എക്ക് പകരം ഇവിടെ a' ആണ് വന്നിരിക്കുന്നത്. a' പ്ലസ് ഇവിടെ ബിക്ക് പകരം b + c എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്, b + c. സോ ഈ ഒരു ഫിഗറിൻ്റെ ബൂലിയൻ ഇക്വേഷൻ എന്ന് പറയുന്നത് a' + b + c എന്നാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിഗറിലേക്കൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും.
ഇവിടെയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്. സോ നോട്ട് ഗേറ്റിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എ ഡാഷ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതുപോലെ തന്നെ ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. കണ്ടേ, ആൻഡിൻ്റെ എ എൻ ഡിയിലെ അവസാനത്തെ ആ ഒരു ഡിയുടെ കണക്കല്ല ഇരിക്കുന്നത്. സോ ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ആണ്. 3 ഇക്വേഷൻസും നമുക്കറിയാം. സോ നോക്കുക, ഈ ഒരു എ ഇപ്പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എ ഡാഷ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു ഓർ ഗേറ്റ് ആണ്. സോ ഓർ ഗേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. സോ ഇവിടെ എ പ്ലസ് ബി അല്ല, ഇവിടെ ബി പ്ലസ് സി ആണ്. സോ ഇവിടെ വരുന്നത് ബി പ്ലസ് സി എന്നാണ്. ഇനി ഇത് നോക്കുക, ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട് എ ഡോട്ട് ബി എന്നാണ്. സോ ഇവിടെ എക്ക് പകരം എ ഡാഷ് ആണ് വന്നിരിക്കുന്നത്. y ഈസ് ഈക്വൽ ടു എക്ക് പകരം എ ഡാഷ് എന്നാണ് വന്നിരിക്കുന്നത്. എ ഡാഷ് ഡോട്ട് ബിക്ക് പകരം ബി പ്ലസ് സി എന്നാണ് വന്നിരിക്കുന്നത്. ബി പ്ലസ് സി. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ഈ രണ്ട് ഫിഗേഴ്സിൻ്റെ ബൂലിയൻ ഇക്വേഷൻ എന്ന് പറയുന്നതാണ്. ഇത് കേരള എൻട്രൻസിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഞാനത് മാക്സിമം ചുരുക്കിയാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. അതുപോലെ തന്നെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് a ഈസ് ഈക്വൽ ടു 1, b ഈസ് ഈക്വൽ ടു 1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗേറ്റിൻ്റെ നെയിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന് ഓപ്ഷനൊക്കെ ഉണ്ടാകുന്ന എഴുതി ഞാൻ മെനക്കെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ഉത്തരം അങ്ങ് പറഞ്ഞു പോവാണ്. ഫസ്റ്റ് ഇതൊരു ഓർ ഗേറ്റ് ആയിരുന്നു എന്ന് വെക്കുക. ഓർ ഗേറ്റ് ആയിരുന്നെങ്കിൽ എന്ത് വരുന്നത്? സ്വാഭാവികമായിട്ടും എ പ്ലസ് ബി ആണ് അതിൻ്റെ ഇക്വേഷൻ. അതായത് 1 + 1 = 1 തന്നെ. ബൈനറി സിസ്റ്റമാണ്. അതുകൊണ്ട് 1ഉം 0ഉം മാത്രമേ ഇവിടെ വരൂ. സോ 1 + 1 നമ്മൾ 1 തന്നെ എഴുതണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർ ഗേറ്റ് കഴിഞ്ഞാൽ ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൽ 1 × 1 ആണ്. 1 × 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ ഇവിടെ ഒന്നും ഔട്ട്പുട്ട് നമുക്ക് 0 കിട്ടുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ഡാഷ് ആണ്. ഇവിടെ എ പ്ലസ് ബി നമുക്ക് 1 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 1ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്കൊരു 0 കിട്ടി. അപ്പോൾ നമ്മുടെ ഒരു ആൻസർ എന്ന് പറയുന്നത് നോർ ഗേറ്റ് ആണ്. അടുത്തത് നമ്മൾ നാൻഡ് ഗേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. നാൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 1 × 1. ആൻഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം നാൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, അതായത് എ ഡോട്ട് ബി ഡാഷ് എന്നാണ്. സോ എ ഡോട്ട് ബിയുടെ ഉത്തരം നമ്മുടെ ഈ കിടപ്പുണ്ട്, 1 എന്നാണ് അതിൻ്റെ ഉത്തരം. സോ 1ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് നോർ ഗേറ്റും നാൻഡ് ഗേറ്റുമാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നോർ ഗേറ്റും നാൻഡ് ഗേറ്റുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വായിക്കാം. സെലക്ട് ദ കറക്റ്റ് ഔട്ട്പുട്ട് y ഫ്രം ദ ഫോളോയിങ് എ ബി ആർ ഗിവൺ. അതായത് എ ബി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ഒരു എ ബി നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാമിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കിട്ടുന്നതിൽ ഏതായിരിക്കും ഔട്ട്പുട്ട് എന്നാണ്, വൈയുടെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഓൾറെഡി വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ 1 0 ഇട്ട് കൊടുക്കാം. എക്ക് നമ്മൾ 1 കൊടുക്കുന്നു, ബിക്ക് നമ്മൾ 0 കൊടുക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു 1 എവിടെയൊക്കെ പോകും? ഈ ഒരു 1 സഞ്ചരിച്ച് ഇവിടെ എത്തും. ഓക്കെ, ഇവിടെ ഒരു 1 കിട്ടും. പിന്നെ ഈ ഒരു 1 നേരെ ഇവിടെയും ചെല്ലും. അതേ രീതിക്ക് തന്നെ ഈ 0 ഇവിടെ കിട്ടും. അതേ രീതിക്ക് തന്നെ ഈ ഒരു 0 ഇവിടെയും വരും. ഓക്കെ, അത് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇവിടെ നോക്കുക, 1 0 ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ഇതൊരു നാൻഡ് ഗേറ്റ് ആണ്. അതായത് ആൻഡ് ഗേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് കണ്ടോ നിങ്ങളൊരു വട്ടം കണ്ടോ? ഈ വട്ടത്തിൻ്റെ അർത്ഥം നോട്ട് എന്നാണ്. ആൻഡ് പ്ലസ് നോട്ട് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ് ആണ്. സോ നാൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡാഷ് ആണ്. അതായത് എ ഡോട്ട് ബിയുടെ ഉത്തരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സോ ഇതെല്ലാം നാൻഡ് ഗേറ്റുകളാണ്. അതുകൊണ്ട് നമുക്ക് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അതായത് എ ഡോട്ട് ബിയുടെ ഓപ്പോസിറ്റ് എടുത്താൽ മാത്രം മതി. സോ ഇവിടെ നോക്കുക, എയും 1ഉം 0ഉം ആണ്. 1 × 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. സോ 0യുടെ ഓപ്പോസിറ്റ് എടുക്കുക, അതായത് 1 ആണ് ഇവിടെ ഔട്ട്പുട്ട് വരുന്നത്. ഈ ഒരു 1 ഇവിടെ സ്പ്ലിറ്റ് ആയിട്ട് ഇവിടെയും വരും, പിന്നെ ഇവിടെയും വരും. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതും നാൻഡ് ഗേറ്റ് ആണ്, ഇതും നാൻഡ് ഗേറ്റ് ആണ്. 1 × 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 × 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക, അതായത് 0. ഈ 0 തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. സോ ഇവിടെ നോക്കുക, 1 × 0 എന്ന് പറയുന്നത് 0 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക, അതായത് 1.
സോ ഇവിടെ വരുന്നത് 0യും 1ഉം ആണ്. ഇതൊരു നാൻഡ് ഗേറ്റ് തന്നെയാണ്. സോ വീണ്ടും ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 0 × 1 എന്ന് പറയുന്നത് 0 തന്നെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക, അതായത് 1. അപ്പോൾ നമ്മൾ 1 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1 ആയിരിക്കും. വൈയുടെ ഉത്തരം എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബിയിലും അതേ രീതിക്ക് വരുന്നുണ്ട്, ഓപ്ഷൻ ഡിയിലും അതേ രീതിക്ക് തന്നെ വരുന്നുണ്ട്. സോ ഈ രണ്ട് ഓപ്ഷൻസും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. സോ ഒന്നുകിൽ ബി അതും അല്ലെങ്കിൽ ഡി, ഇത് രണ്ട് ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നേരെ ചാടി പിടിച്ച് 1 1 ഇട്ട് കൊടുക്കാൻ പോവുകയാണെങ്കിൽ വരട്ടെ. നിങ്ങളിപ്പോൾ 1 1 ഇട്ട് കൊടുത്താലും നിങ്ങൾ ഈ രണ്ട് ഓപ്ഷനിലേക്ക് നോക്കി, രണ്ടാമതായിട്ട് കിടക്കുന്ന രണ്ടും 0 സോ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളും 0 തന്നെയായിരിക്കും, ഷുവറാണ്. സോ അത് ചെയ്യേണ്ട കാര്യമില്ല. അത് ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടെ സമയം കൺസ്യൂം ചെയ്യുന്നൊരു ഏർപ്പാടാണ്. സോ നമ്മൾ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്ക് നോക്കുക, അതായത് ഇവിടെ 1ഉം ഇവിടെ 0യുമാണ്. സോ ഈ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ ഒരു 0 0 ആണ്. സോ ഇവിടെ 0 0 അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് 1 കിട്ടുവാണെങ്കിൽ ഉത്തരം ബി ആയിരിക്കും, ഔട്ട്പുട്ട് 0 കിട്ടുവാണെങ്കിൽ ഉത്തരം ഡി ആയിരിക്കും. നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. സോ അതായത് ഈ നടുക്കത്തെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തുകൊണ്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 0 0 ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം വായിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം വായിച്ചു കളയാണ്. പരീക്ഷയ്ക്ക് നിങ്ങളിങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾ പെട്ടെന്നങ്ങ് ചെയ്താൽ മതി. ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. സോ 0 0 അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ 0 ഇവിടെ 0. ഓക്കെ, രണ്ടിടത്തും 0 വന്നു. ഈ ഒരു 0 പറന്ന് ഇവിടെത്തും, ഈ ഒരു 0 പറന്ന് ഇവിടെ എത്തും. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതൊരു നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. A ഡോട്ട് ബി 0 × 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക, അതായത് 1 ആയിരിക്കും. ഈ ഒരു 1 സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെയും കിട്ടും, അതുപോലെ തന്നെ ഇവിടെയും വരും. 1 × 0 എന്ന് പറയുന്നത് 0 ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് 1 ആണ്. ഇവിടെയും 1 × 0 എന്ന് പറയുന്നത് 0 ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 × 1 എന്ന് പറയുന്നത് 1 ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് 0 ആണ്. സോ ഔട്ട്പുട്ട് നമുക്ക് 0 എന്ന് കിട്ടി. സോ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതാണ് ആ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ഇതിൽ എയും ബിയും സിയും ഉണ്ട്. സി എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്, എയും ബിയും ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. കുറച്ച് കോമ്പിനേഷൻസ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. വേറൊന്നും ചെയ്യേണ്ട, ഈ ഒരു ട്രൂത്ത് ടേബിളിൽ എന്നും ബി എന്നും പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഇവിടെ പറക്കിയിട്ട് കൊടുക്കുക, സി എന്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. സോ നമുക്ക് ആദ്യം 0 0 തന്നെ തുടങ്ങാം. അതായത് എല്ലാ ഇടത്തും കൊടുത്തിരിക്കുന്ന ഇൻപുട്ടുകൾ സെയിം ആണ്. 0 0 0 0 കണ്ട 0 0 0 0 0 0 0 1 0 1 ആ ഒരു കോമ്പിനേഷൻ എല്ലായിടത്തും കറക്റ്റ് ആണ്. സോ അവിടെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എക്കും ബിക്കും 0 0 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എക്ക് 0 കൊടുക്കുന്നു, ബിക്കും നമ്മൾ 0 എന്ന് തന്നെ കൊടുക്കുന്നു. എക്കും ബിക്കും നമ്മൾ 0 എന്ന് തന്നെ കൊടുക്കുന്നു. ഇനി എക്കും ബിക്കും 0 ആണ്, എല്ലായിടത്തും 0 ആണ്. 0 0 0 0 എല്ലായിടത്തും നമ്മൾ 0 കൊടുക്കുന്നു. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം A ഡോട്ട് ബി ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A ഡോട്ട് ബി ആണ്. സോ വേറൊരു ഗേറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ ഓർ ഗേറ്റ് എന്നാണ്. ഒരു ഓർ ഗേറ്റ്, രണ്ട് ഓർ ഗേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A+B ആണ്. സോ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമൊന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. നോക്കോളൂ, 0 0 ആൻഡ് ഗേറ്റ് ആണ്. സോ A ഡോട്ട് ബി 0 × 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ എല്ലായിടത്തും 0 ആണ്. ആൻഡ് ഗേറ്റിലായാലും ഇപ്പം ആൻഡ് ഗേറ്റിലും 0 × ആൻഡ് ഗേറ്റിൽ 0 × 0 എന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ ഓർ ഗേറ്റിൽ 0 + 0 എന്ന് പറഞ്ഞാലും ഉത്തരം 0 തന്നെയാണ്. സോ ഇതെല്ലാം തന്നെ 0 ആയിരിക്കും. 0 0 0 0 ആയിരിക്കും, ഇതിവിടെ 0 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും, ഔട്ട്പുട്ടും 0 ആയിരിക്കും. സോ ഫസ്റ്റ് ഔട്ട്പുട്ട് 0 വരുന്ന എത്ര കേസുകളുണ്ടെന്ന് നോക്കാം. ഇവിടെ 1 ആണ്, ഇത് പറ്റത്തില്ല. ഇവിടെ 1 ആണ്, ഇത് ഓക്കെ, സി ഓക്കെ, ഓപ്ഷൻ സി ഓക്കെ. ഇവിടെ 1 ആണ്, ഓപ്ഷൻ ഇ ഓക്കെ. സോ ഒന്നുകിൽ ഓപ്ഷൻ സി അതും അല്ലെങ്കിൽ ഓപ്ഷൻ ഇ. ഇനി നമുക്ക് രണ്ടാമത്തെ സംഭവം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് 0 1 എന്നുള്ള കോമ്പിനേഷൻ, 0 1 എന്നുള്ള കോമ്പിനേഷൻ ഇവിടെ ഇട്ട് നോക്കാം. സോ അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചോട്ടെ. 0 1 0 1 0 1 0 1 0 0 0 0 0 0 0 0 0. ഇനി നമ്മൾ 0 1 അതായത് എക്ക് 0യും ബിക്ക് 1 ഇട്ട് കൊടുക്കാൻ പോകണം. എക്ക് 0യും ബിക്ക് 1 ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എക്കെല്ലാം 0 കൊടുക്കുക, ബിക്കെല്ലാം 1 കൊടുക്കുക. ബിക്കെല്ലാം 1 കൊടുത്തു, ബിക്ക് 1, എക്ക് 0.
ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ 0 × 1 എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റിൽ A × B ആണ് ആൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ 0 × 1 എന്ന് പറയുന്നത് 0 തന്നെയാണ്. സോ ഇവിടെ 0 വരും, ഇവിടെയും 0 വരും. 1 × 1 എന്ന് പറയുന്നത് 1 ആണ്. ഇത് ഓർ ഗേറ്റ് ആണ്, സോറി, ഇത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റിൽ 1 + 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. ബൈനറി നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ 1 0 2 ഡിജിറ്റ് മാത്രമേ വരുന്നുള്ളൂ. സോ 1 + 1 2 അല്ല, 1 തന്നെയാണ്. ഇവിടെ 1 + 1 × 0, ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. 1 × 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. സോ കോംപ്ലിക്കേഷനൊക്കെ മാറി കാണും. ഇനി ഇതൊരു ഓർ ഗേറ്റ് ആണ്. 0 + 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. നെക്സ്റ്റ് ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. 1 × ആൻഡ് ഗേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A.B ആണ്. സോ 1 × 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. 0 × 0 നോർമലി 0 തന്നെ ആയിരിക്കും. ആൻഡ് ഗേറ്റ് ആയാലും ഓർ ഗേറ്റ് ആയാലും 0 തന്നെ ആയിരിക്കും. സോ ഇവിടെ 0 ഇവിടെ 1 ആണ്. സോ ഇതല്ല, ഇവിടെ 0 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 0 ആണ് വന്നത്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്. ഓപ്ഷൻ ഇ ആണ് ഉത്തരം. ബാക്കിയുള്ള സാധനങ്ങളൊന്നും നിങ്ങൾ ചെയ്തു നോക്കണ്ട, കാരണം ആദ്യത്തെ രണ്ടെണ്ണത്തിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. സോ ഓപ്ഷൻ ഇ ആയിരിക്കും എൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും കേരള എൻട്രൻസ് എഴുതുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് വഴിയൊക്കെ മാക്സിമം ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം. ഇറ്റ്സ് മീ ഫ്രം കേരള ടെക് വേൾഡ് ബഡീസ്, സൈനിങ് ഔട്ട്. ടാറ്റാ.